നമസ്കാരം. ന്യൂഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയ കേരള എക്സ്പ്രസിൽ അസം സ്വദേശിനിയായ റുക്സാന ബീഗം എന്ന 21കാരി 4 കിലോ കഞ്ചാവുമായി പിടിയിലായ സംഭവം കേരളം നേരിടുന്ന അതീവ ഗൗരവകരമായ ഒരു സുരക്ഷാ ഭീഷണിയാണ്. കാഴ്ചയിൽ നിഷ്കളങ്കയെന്ന് തോന്നുന്ന ആൺവേഷത്തോട് സാമ്യമുള്ള വസ്ത്രധാരണം സ്വീകരിച്ച ഈ യുവതി ഉത്തരേന്ത്യൻ ലഹരി മാഫിയ കേരളത്തിലേക്ക് അയക്കുന്ന കേവലം ഒരു ഇടനിലക്കാരി മാത്രമാണോ? അതോ മതതീവ്ര സ്വഭാവമുള്ള ലഹരി ഭീകര ശൃംഖലയുടെ ആസൂത്രിതമായ ഒരു കണ്ണിയാണോ? റുക്സാന ബീഗത്തിന്റെ വേഷം പരിശോധിച്ചാൽ നിയമപാലകരെ കബളിപ്പിക്കാൻ വേണ്ടി ലഹരി മാഫിയകൾ എത്രത്തോളം സൂക്ഷ്മമായി ആസൂത്രണം ചെയ്യുന്നു എന്ന് വ്യക്തമാകും. പൊതുവെ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ കാണാറുള്ള സ്ത്രീകളുടെ വേഷവിധാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മുടിയൊക്കെ വെട്ടി വളരെ ലളിതമായ ആൺവേഷത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണമാണ് ഇവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് യാദൃച്ഛികമൊന്നുമല്ല, തീർച്ചയായും കബളിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ദൃഷ്ടിയിൽപ്പെടാതെ ലഹരിമരുന്ന് കടത്താൻ സ്ത്രീകളെ മാഫിയകൾ കരുവാക്കുന്നത് കാലാകാലങ്ങളായുള്ള രീതിയാണ്. എന്നാൽ ഇവിടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാണ്. എന്തെന്നാൽ ഇവർ ഇതിനു മുൻപും സമാനമായ കേസുകളിൽ പിടിയിലായിട്ടുണ്ട് എന്നുള്ളത് ഇവർക്ക് ലഭിക്കുന്ന നിയമസഹായവും മാഫിയ ബന്ധവും എത്രത്തോളം ശക്തമാണെന്നത് സൂചിപ്പിക്കുന്നു. ശിക്ഷയെ ഭയക്കാതെ വീണ്ടും വീണ്ടും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ ഇവർക്ക് ധൈര്യം നൽകുന്നത് ആരാണ്? കഞ്ചാവും MDMA പോലുള്ള മാരക ലഹരിമരുന്നുകൾ ഒഴുകിയെത്തുന്ന പ്രധാന കവാടങ്ങളിലൊന്നായി പാലക്കാട് മാറിയത് എങ്ങനെയെന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. തമിഴ്നാടുമായുള്ള അതിർത്തി പങ്കിടുന്നത് ലഹരിക്കടത്തുകാർക്ക് വലിയ സൗകര്യമാണ്. ഉത്തരേന്ത്യയിൽ നിന്നും നേരിട്ട് ട്രെയിനുകൾ കേരളത്തിലേക്ക് എത്തുന്നതിനാൽ അതിർത്തിയിലെ ചെക്ക് പോസ്റ്റുകളെ മറികടക്കാൻ ലഹരി മാഫിയ റെയിൽ മാർഗം തിരഞ്ഞെടുക്കുന്നു. പിടിക്കപ്പെട്ടാൽ പോലും ജാമ്യത്തിലിറങ്ങി വീണ്ടും ലഹരി ശൃംഖലയിലേക്ക് തിരിച്ചു വരാനുള്ള എല്ലാ സഹായങ്ങളും ഇവർക്ക് ലഭിക്കുന്നുമുണ്ട്. ലഹരി വ്യാപാരത്തിന് പിന്നിൽ കേവലം പണമുണ്ടാക്കൽ മാത്രമല്ല, ഒരു ജനതയുടെ യുവതലമുറയെ അസ്ഥിരപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. അന്തർ സംസ്ഥാന ലഹരി മാഫിയകൾ ഇതര സംസ്ഥാന തൊഴിലാളികളെ മറയാക്കി നടത്തുന്ന ലഹരിക്കടത്ത് കേരളത്തിന്റെ സുരക്ഷാ സംവിധാനത്തെ ഒന്നടങ്കം തകർക്കാൻ ശേഷിയുള്ളതാണ്. ഭീകരതയ്ക്ക് പണം കണ്ടെത്താൻ ലഹരി വ്യാപാരം ഒരു വഴിയായി ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇന്റലിജൻസ് ഏജൻസികൾ പോലും ഗൗരവമായി എടുക്കുന്ന ഒന്നാണ്. ആലുവ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വൻ ലഹരി ഏജന്റുമാർക്ക് വേണ്ടിയാണ് താൻ ഇത് കൊണ്ടുവന്നതെന്ന് റുക്സാന മൊഴി നൽകി. അതിനാൽ തന്നെ ശൃംഖല എത്രത്തോളം വേരോടിയിരിക്കുന്നു എന്നതിന് തെളിവാണ്. കുറ്റവാളികളുടെ ഈ സുരക്ഷാ കവചം എന്താണ്? റുക്സാന ബീഗം പോലെയുള്ളവർ ആവർത്തിച്ച് പിടിയിലാകുമ്പോഴും അവർ പുറത്തിറങ്ങി വീണ്ടും വീണ്ടും ലഹരി കടത്തുന്നത് നിയമവ്യവസ്ഥയിലെ വീഴ്ചകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. NDPS നിയമം നിലവിലുണ്ട് എങ്കിലും സാങ്കേതികമായ പല കാരണങ്ങളാൽ പ്രതികൾ ജാമ്യം നേടി പുറത്തിറങ്ങുന്നു. ഇത് നിയമപാലകരുടെ മനോവീര്യം തകർക്കുകയാണ്. ലഹരി മാഫിയയുടെ പിന്നിലെ വമ്പൻ സ്രാവുകളെ കണ്ടെത്താൻ ഇതുവരെ നമുക്ക് സാധിച്ചിട്ടില്ല എന്നത് വലിയൊരു പരാജയമാണ്. നമ്മുടെ വിദ്യാലയങ്ങളിലും കോളേജുകളിലും ലഹരി എത്തിക്കുന്നത് ഇത്തരം മാഫിയകളാണ്. വിദ്യാർത്ഥികളെ ലഹരിക്ക് അടിമകളാക്കി അവരെ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നത് മാഫിയകളുടെ സ്ഥിരം പരിപാടി കൂടിയാണ്. ഈ സാഹചര്യത്തിൽ കേരളീയ സമൂഹം അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ട്രെയിനുകളിലും പൊതുസ്ഥലങ്ങളിലും സംശയാസ്പദമായി കാണുന്നവരെക്കുറിച്ച് ഉടൻ അധികൃതരെ അറിയിക്കുക. റെയിൽവേ സ്റ്റേഷനുകളിൽ കൂടുതൽ എക്സ്റേ ബാഗേജ് സ്കാനറുകളും ലഹരിമണം പിടിച്ചറിയുന്ന സ്നിഫർ ഡോഗ് യൂണിറ്റുകളും സജ്ജമാക്കണം. ചെറിയ കരിയർമാരെ മാത്രം പിടിച്ച് തൃപ്തിപ്പെടാതെ പിന്നിലുള്ള വൻകിട ഏജന്റുമാരെയും ഹവാല ബന്ധങ്ങളെയും NIA പോലുള്ള കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടെ പിടികൂടണം. റുക്സാന ബീഗം ഒരു പെൺകുട്ടി എന്ന നിലയിലല്ല, ഒരു വിനാശകരമായ ശൃംഖലയുടെ പ്രതിനിധി എന്ന നിലയിലാണ് കാണപ്പെടേണ്ടത്. ഉത്തരേന്ത്യയിൽ നിന്നും കേരളത്തിലേക്ക് ട്രെയിൻ മാർഗം കഞ്ചാവും MDMA പോലുള്ള ലഹരി മരുന്നുകൾ എത്ര സുഗമമായി എത്തുന്നുണ്ട് എങ്കിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിലെ സുരക്ഷാ സംവിധാനങ്ങൾ എത്രത്തോളം ദുർബലമാണെന്നത് വ്യക്തമാണ്. ലഹരി മാഫിയകൾ ഇന്ന് മതതീവ്രവാദ ശൃംഖലയുമായി കൈകോർത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നത് രഹസ്യമല്ലാത്ത രഹസ്യം തന്നെയാണ്. ഇത്തരം ലഹരി ഇടപാടുകളിൽ നിന്ന് ലഭിക്കുന്ന കോടിക്കണക്കിന് രൂപ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും കേരളത്തെ അസ്ഥിരപ്പെടുത്താനും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ആൺവേഷം ധരിച്ച് നിയമത്തെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ യുവതി വെറും ഒരു കരിയർ മാത്രമാണ്. ഇവരെ അയക്കുന്ന മാസ്റ്റർ മൈൻഡുകൾക്ക് എവിടെയാണ് അഭയകേന്ദ്രം? കേരളത്തിലെ രാഷ്ട്രീയ ഭരണകൂടങ്ങൾ വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി ഇത്തരം അന്യസംസ്ഥാന ലഹരി മാഫിയകളെ അമിതമായി സംരക്ഷിക്കുന്നുണ്ടോ എന്ന സംശയം ബലപ്പെടുകയാണ്. ലഹരി ഒഴുകിയെത്തുന്ന റൂട്ടുകളിൽ NIA പോലുള്ള കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ അനിവാര്യമായിരിക്കുന്നു. സംസ്ഥാന പോലീസിനെ കൊണ്ട് മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അത്രയും വലിയ അന്തർസംസ്ഥാന വേരുകൾ ഈ ലഹരി മാഫിയയ്ക്കുണ്ട്. നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കാൻ ആസൂത്രിതമായ ഒരു അജണ്ട തന്നെ കേരളത്തിൽ നടപ്പിലാക്കപ്പെടുന്നുണ്ട്. ആലുവ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വൻ ലഹരി ഇടപാടുകൾക്ക് ആയുസ്സും ആരോഗ്യം നൽകുന്നത് ആരാണ്? ഒരു പെൺകുട്ടിയുടെ നിഷ്കളങ്ക മുഖത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ലഹരിയുടെ കരിനിഴലാണ്.
ഈ പെൺകുട്ടി വീണ്ടും വീണ്ടും പിടിയിലാകുന്നു എന്നത് കേരളത്തിലെ നിയമ സംവിധാനങ്ങൾ എത്രത്തോളം പരാജയമാണ് എന്നതിൻ്റെ നേർക്കാഴ്ചയാണ്. പിടിയിലാകുമ്പോൾ ജാമ്യം ലഭിക്കാനുള്ള എല്ലാ പഴുതുകളും അവർക്ക് ഒരുക്കി കൊടുക്കുന്നത് ആരാണ്? ലഹരി വിൽപ്പന എന്നത് ഒരു തൊഴിലാക്കി മാറ്റി ഒരു സംഘം ആളുകൾ നമ്മുടെ നാട്ടിൽ തമ്പടിച്ചിട്ടുണ്ട്. സ്കൂളുകൾക്കും കോളേജുകൾക്കും സമീപം ലഹരി വിൽപ്പന നടത്തുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുന്ന ഭരണകൂടത്തിന് എന്ത് മറുപടിയാണുള്ളത്? സ്വന്തം മക്കളെ ലഹരിക്ക് അടിമയാക്കി മാറ്റുന്ന ഈ കറുത്ത അജണ്ടയ്ക്ക് മൗനാനുവാദം നൽകണോ അതോ അതിനെതിരെ സംഘടിതമായി പോരാടണോ? നിങ്ങൾക്ക് തീരുമാനിക്കാം. റുക്സാന ബീഗത്തിന്റെ അറസ്റ്റ് വെറുമൊരു വാർത്തയല്ല, കേരളത്തിലെ ഓരോ വീട്ടിലെയും രക്ഷിതാക്കൾക്ക് ലഭിക്കുന്ന ഒരു വലിയ മുന്നറിയിപ്പ് കൂടിയാണ്. ലഹരി മാഫിയകൾക്ക് രാഷ്ട്രീയ പിന്തുണയുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗൗരവമായി അന്വേഷിക്കണം. കേരളത്തെ ഒരു ലഹരി വിമുക്ത സംസ്ഥാനമാക്കാൻ സർക്കാർ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ ഫയലുകളിൽ ഒതുങ്ങുമ്പോൾ ഇത്തരം മാഫിയകൾ തെരുവിൽ തങ്ങളുടെ സാമ്രാജ്യം വിപുലീകരിക്കുകയാണ്. കേരളത്തിൻ്റെ മണ്ണ് ലഹരിക്ക് പാകപ്പെടുത്താൻ വിദേശത്തു നിന്നുമായി അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന മാഫിയകളെ വച്ചുപൊറിപ്പിക്കാൻ ഇനി സാധിക്കില്ല. എക്സൈസ് സംഘം നടത്തുന്ന പരിശോധനകൾ അഭിനന്ദാർഹമാണെങ്കിലും ഇതുകൊണ്ട് മാത്രം ലഹരിയുടെ ഒഴുക്ക് തടയാൻ കഴിയില്ല. അതിർത്തികളിൽ കന്നുകാലികളെ പോലെ മനുഷ്യരെയും ലഹരിക്കടത്തുകാരായി കൊണ്ടുവരുമ്പോൾ അത് പരിശോധിക്കാൻ ഒരു സ്കാനർ പോലും ഇല്ലാത്ത അവസ്ഥയാണോ നമ്മുടെ സ്റ്റേഷനുകളിലുള്ളത്? ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ലഹരിക്കടത്തിനെ ഇല്ലാതാക്കാൻ സർക്കാർ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യാൻ വരുന്നവരെയും ലഹരി കടത്താൻ വരുന്നവരെയും വേർതിരിച്ചറിയാനുള്ള സംവിധാനങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കണം. BJP പോലുള്ള പ്രസ്ഥാനങ്ങൾ തുടർച്ചയായി ആവശ്യപ്പെടുന്നത് പോലെ റെയിൽവേ സ്റ്റേഷനുകളിലും ചെക്ക് പോസ്റ്റുകളിലും കർശനമായ ബയോമെട്രിക് പരിശോധനകൾ നടത്തണം. റുക്സാന ബീഗത്തെ പോലെ വീണ്ടും വീണ്ടും കുറ്റം ചെയ്യുന്നവർക്ക് കാപ്പ പോലുള്ള നിയമങ്ങൾ ചുമത്തി നാട് കടത്തണം. ലഹരി മാഫിയകൾക്ക് കേരളം ഒരു സുരക്ഷിത താവളമാണെന്ന് തോന്നിക്കുന്ന അവസ്ഥ മാറ്റണം. നിയമം കയ്യിലെടുക്കാൻ വരുന്ന മാഫിയകൾക്ക് ഇവിടുത്തെ നിയമം കടുപ്പമാണെന്ന് അവർ തിരിച്ചറിയണം. നമ്മുടെ വരും തലമുറയുടെ ഭാവിക്കായി, നാടിൻ്റെ സുരക്ഷയ്ക്കായി ഇത്തരം ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾ ഇനിയും ശക്തമാക്കണം. ഓരോ പൗരനും ഓരോ പോലീസ് ഉദ്യോഗസ്ഥനെ പോലെ ജാഗ്രത പാലിച്ചാൽ മാത്രമേ ഈ ലഹരി ഭീകരതയെ നമുക്ക് നാട് കടത്താൻ കഴിയൂ. ആൺവേഷം കെട്ടിയോ അല്ലാതെയോ കേരളത്തിൻ്റെ മണ്ണിലേക്ക് ലഹരി വിതയ്ക്കാൻ എത്തുന്ന ഓരോരുത്തരെയും നമ്മുടെ യുവതലമുറയുടെ ശത്രുക്കളായി കാണണം. ഈ ശത്രുക്കളെ തിരിച്ചറിഞ്ഞ് വേരോടെ പിഴുതെറിയാൻ ഇനിയെങ്കിലും നമ്മൾ ഒന്നിച്ചു നിൽക്കണം. നമ്മുടെ നാടിൻ്റെ സുരക്ഷയും ഭാവിയും ലഹരി മാഫിയയുടെ കരിനിഴലിൽ പെടാതിരിക്കട്ടെ. ലഹരിമുക്ത കേരളം എന്നത് വെറുമൊരു മുദ്രാവാക്യമല്ല, അത് നമ്മുടെ അതിജീവനത്തിൻ്റെ അനിവാര്യത കൂടിയാണ്. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.